What did you say? Beggars? Maybe we are not a poor. Coolies, trollers, pullets. But we are not a beggars. You enjoy this stuff. Eh? വട്ടാണല്ലേ? അതെ അമ്മേ, കൂലി മൂവി കാണാൻ പോവല്ലേ. അപ്പൊ നമ്മുടെ ജയൻ ചേട്ടന്റെ മാസ് ഡയലോഗ് ഒന്ന് നോക്കിയതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂലി സിനിമ കാണാൻ പോവാണ് അല്ലേ ചേട്ടാ? അതെ 11:30 ഷോ ആണ്. തൃപ്പൂണിത്തറ അല്ലേ? അറിയില്ല തൃപ്പൂണിത്തറയാണെന്ന്. ചുമ്മാ നമ്പറായിട്ട് ഇറങ്ങിയേക്ക് തൃപ്പൂണിത്തറയല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. അപ്പൊ ഞങ്ങള് സിനിമയ്ക്ക് കയറാൻ പോവാണ്. അപ്പോ കൂലി കൊണ്ടു. ആര്യെ കൂലി എങ്ങനെയുണ്ട്? കൂലി എന്നെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞു. എങ്ങോട്ടോ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ആരൊക്കെയോ വന്നു, ഇടി തകർപ്പം എന്തൊക്കെയാ കാണിച്ചു. പടം എന്താണെന്നതുപോലും എനിക്ക് മനസ്സിലായില്ല. ഈ ലോകേഷ് കനകരാജ് അല്ലെങ്കിൽ രജനീകാന്ത് കോമ്പിനേഷനിൽ വരുമ്പോൾ ഭയങ്കര ഓവർ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സാധാ ഒരു തമിഴ് പടം, അത് തമിഴ് പടങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ ഒരു വൺസ് തിയേറ്ററിൽ പോയി കാണാം. ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ അതിനകത്ത് ഇൻട്രോ ഇഷ്ടപ്പെട്ടു, മ്യൂസിക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇൻട്രോ ഇഷ്ടമായില്ല. അല്ല, എനിക്ക് ഇൻട്രോയ്ക്ക് ഒരു പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഒട്ടും ഒരു ഇതായിട്ട് തോന്നി. ബട്ട് എനിക്ക് കൊള്ളാം. ബാക്കി മ്യൂസിക് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും അതൊക്കെ കൊള്ളാം. സൗബിൻ നന്നായിട്ടുണ്ട്. സൗബിൻ കലക്കിയുണ്ട്. സ്ക്രീൻ ഫുള്ള് നിറഞ്ഞു നിന്നു. നല്ലൊരു ക്യാരക്ടറാണ്. അത് പെർഫോം ചെയ്തിട്ടും വൈഫായിട്ട് ഷൂട്ടിങ്ങുള്ള ബാബുരാജ് വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടൊരു ആവറേജ് മൂവി. തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം OTTയിൽ അത് കണ്ടു കഴിഞ്ഞാൽ ആര്യക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത്രയും പോലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല OTTയില്. കാരണം ആ എഫക്ട് മ്യൂസിക് ഉള്ളായിരുന്നു. ബാക്കി മേക്കിംഗ് ഒക്കെ കലക്കിയുണ്ട്. സ്ക്രീൻ പ്ലേയുടെ പ്രശ്നമായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ട് സ്ക്രീൻ പ്ലേയുടെ പ്രശ്നമായിരുന്നു. കുറെ ലാഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തു. ലാഗ് അല്ല, ആക്ച്വലി ലെങ്ത് ആണ്. ഒരു 3 മണിക്കൂറിന്റെ അടുത്ത് പടം. അത് വേണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് തിയേറ്ററിൽ തന്നെ കാണാം. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും പറയുന്നു, വരുന്നുണ്ടോ? ഇല്ല, നല്ല കാണാം, ഒരു പ്രാവശ്യം കാണാം. എല്ലാരും പോയി കാണാം. നല്ല മെഴുകല, പക്ഷെ പോയി കാണാം കേട്ടോ. ഇതല്ല, അപ്പൊ പോയി കാണാം. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ.